ഫാമിലി ഗ്രൂപ്പ് ഇല്ലാത്ത കുടുംബം ആരെങ്കിലും കേട്ട ചിരിക്കും. പൊക്കിയെടുത്ത് വല്ല മ്യൂസിയത്തിലും കൊണ്ടുവയ്ക്കും. എന്റെ മുത്തശ്ശി, ലോകത്തെ എല്ലാ കുടുംബക്കാരും ഇപ്പൊ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാ. അതേ മുത്തശ്ശി, അടുക്കളയിൽ നിന്ന് പൂജാമുറിയിലേക്ക്, അവിടെ നിന്നും ബെഡ്റൂമിലേക്ക്, ബെഡ്റൂമിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക്, പിന്നെ മുറ്റത്തേക്ക്. മതി മതി, നിർത്ത്. പരിഷ്കാരം ഏറി മനുഷ്യര് തമ്മിൽ ഇപ്പോ ഒരു ബന്ധവും ഇല്ലാണ്ടായി. ഇവിടെ ഇപ്പോ ആ പ്രശ്നമില്ലല്ലോ മുത്തശ്ശി. ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ച് നമ്മളാരും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നില്ലല്ലോ. ലച്ചുമോൾ എന്ത് പറഞ്ഞാലും ആദ്യമോൻ അതിനെ സപ്പോർട്ട് ചെയ്യും. കണ്ടില്ലേ, നിസ്സാര ഒരു ഫാമിലി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ പോലും അവർ രണ്ടും ഒന്നാണ്. എന്താ എല്ലാരും കൂടെ ചർച്ച? ഇനി ദത്തന്റെ അഭിപ്രായം കൂടെ ചോദിച്ചു നോക്കാം. എന്താടി ഏട്ടാ, നമ്മുടെ ചെമ്പകശ്ശേരിക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാ. എന്താ ഏട്ടന്റെ അഭിപ്രായം? ഉണ്ടായ തരക്കിടൊന്നുമില്ല. എല്ലാരും അറിയേണ്ട പൊതുവായ കാര്യങ്ങള് ഗ്രൂപ്പ് ഇടുന്നത് നല്ലതാ. ഫോൺ വിളിച്ച് സമയം കളയണ്ടല്ലോ. അതാണ്. എന്ന് വെച്ചാ മിണ്ടാട്ടോ ഉരിയാട്ടോ ഒന്നും ഇനി ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടത് അല്ലേ? എന്റെ മുത്തശ്ശി, അത് മുത്തശ്ശിക്ക് ഗ്രൂപ്പിന്റെ പോസിബിലിറ്റീസ് അറിയാത്തതുകൊണ്ടാ. ഇനിയാണ് ശരിക്കുള്ള മിണ്ടാട്ടവും ഉരിയാട്ടവും ഒക്കെ ആരംഭിക്കാൻ പോകുന്നത്. മുത്തശ്ശി നോക്കിക്കോ, ഈ ഗ്രൂപ്പ് ഒന്ന് തുടങ്ങിക്കോട്ടെ. ഇതിനകത്ത് പിന്നെ ഫോട്ടോസും മെസ്സേജസും വോയിസ് ചാറ്റും എന്ന് വേണ്ട കലവില ബഹളമായിരിക്കും. എത്ര കാലത്തേക്ക്? ഈ ആദ്യത്തെ കൗതുകം തീരുമ്പോഴേ പിന്നെ വഴിക്ക് ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ഞാനിതൊക്കെ എത്ര കണ്ടതാ. അതിന് ദത്തേട്ടൻ വേറെ ഏത് ഗ്രൂപ്പിലാ ഉള്ളത്? ഞാൻ വേറെ ഗ്രൂപ്പിലൊന്നുമില്ല. പക്ഷെ പലരും പറഞ്ഞ എനിക്കറിയാം. അങ്ങനെ നിക്ക്, ഏതായാലും നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് ഞാൻ ഫിക്സ് ചെയ്തു. ചെമ്പകശ്ശേരി തറവാട്. അതിന് നല്ല പേര് ഈ ഭൂമിയിൽ വേറെ ഇല്ല. പേരൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇത്തിരി കഴിയുമ്പോ മുത്തശ്ശിക്കും ഗ്രൂപ്പ് ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും പേരൊക്കെ ആഡ് ചെയ്ത് എന്റെ ജോലി തുടങ്ങട്ടെ. വാ ദത്തേട്ട. അങ്ങനെ ഗ്രൂപ്പ് ഓക്കെ ആയി. ആദ്യത്തെ പോസ്റ്റ് എന്നെ തന്നെ ആയിക്കോട്ടെ. എന്നാ ഇനി എല്ലാരും എന്റെ ഉദ്ഘാടന ചിത്രം ഒന്ന് നോക്കിയേ. നോക്കി, ലച്ചുന്റെ അതിന്റെ പഴയ ഫോട്ടോ നല്ല ചേർച്ചയുണ്ടല്ലേ? ഇനി ഈ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ആക്ടിവിറ്റി ഒരു വൺ ഡേ ടൂറാ. ടൂർ? അതെ, നമ്മൾ ബീച്ചിലോ പാർക്കിലോ പോയി അടിച്ചു പൊളിക്കുന്നു. ഐഡിയ. എങ്കി പിന്നെ എന്തിനാ വൈകിപ്പിക്കുന്നേ? നാളെ തന്നെ പോയി കളയാം. നാളെയോ? എന്താ, നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ എല്ലാരും റെഡിയല്ലേ? ഏട്ടൻ എന്ത് പറയുന്നു? അയ്യോ, ഞാനൊന്നുമില്ല. നാളെ എനിക്ക് ഒരുപാട് പണിയുള്ള ദിവസം. നിന്ന് കയറിയ നേരം കിട്ടില്ല. തൽക്കാലം നിങ്ങൾ പോയിട്ടോ. എന്താ ഏട്ടാ? ദത്തണ്ടില്ലാതെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നത്? ഏട്ടനില്ലാതെ ഒരു രസവും ഇല്ല. ഉള്ള രസമൊക്കെ മതി. ആണുതുണക്ക് ഇവ ഉണ്ടല്ലോ കൂട്ട്. പിന്നെന്ത് വേണം? അല്ല, ഞാൻ മാത്രമായിട്ട് എങ്ങനെ? ഏട്ടനില്ലെങ്കിൽ ഇല്ല, ആര് വന്നില്ലെങ്കിലും ഞങ്ങൾ പോകും. അല്ല മുത്തശ്ശി? പൂജമോൾ എന്ത് പറയുന്നു? ഞാനില്ല മുത്തശ്ശി. എന്താ പൂജ? അത് പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നീ ഒന്ന് വന്നേ. എനിക്ക് പറ്റില്ല, അതുകൊണ്ടാ ഞാനില്ല കേട്ടോ. ഇതെവിടുത്തെ മര്യാദയാ? മരുന്നില്ലെങ്കിൽ വേണ്ട, ആരെ എവിടെ നിർബന്ധിച്ചൊന്നും എങ്ങോട്ടും കൊണ്ടുപോണ്ട. അവളൊരവസരം നോക്കിയിരിക്കായിരുന്നു പൂജമോളെ ഒഴിവാക്കാൻ.
അതിന് പരാതി എനിക്ക്. ടൂർ മുടങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ, അല്ലാതെ എനിക്കിവിടെ ആരോടും വിരോധമൊന്നുമില്ല. അത് ഞങ്ങൾക്കൂടെ തോന്നണ്ടേ. ഏതായാലും ഇനി ഇതും പറഞ്ഞ് ആരും ഒരു വഴക്കുണ്ടാക്കി ട്രിപ്പ് മുടക്കാൻ നിൽക്കണ്ട. എന്താടാ ആദി, അപ്പൊ നാളെ തന്നെ നമ്മൾ പോവല്ലേ? അയ്യോ ഞാൻ വരുന്നില്ല. അതെന്താടാ, നിന്റെ ഭാര്യ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ? ഏയ് എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, പോവാതിരിക്കാൻ പറ്റില്ല. ഓ, ഒരു ക്ലാസ്. നീ ഒരു ദിവസം മുടങ്ങാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ചാടി വന്ന കഥയൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. അല്ല, നീ ഇത് നേരത്തെ പറയാതിരുന്ന എന്താ? അത് ഞാൻ അപ്പോൾ ഓർത്തില്ല. നീ ഓർക്കാത്തോണ്ടൊന്നുമല്ല, നിന്റെ ഭാര്യ വരാത്തോണ്ട് തന്നെയാ. ആദ്യം പോയിക്കോട്ടെ. നാളെ ഒരു ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്താ പോരെ? എനിക്ക് കൂട്ടായിട്ട് ക്ലാരമ്മ ചേട്ടത്തി നിൽക്കും. ആ അതേതായാലും നന്ദി. അതെന്താടി, ക്ലാരമ്മ വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോ നിനക്ക് ഇത്ര സന്തോഷം? അയ്യോ, അതുകൊണ്ടല്ല, അവരോടുണ്ടെങ്കിൽ എനിക്കും കൂടെ ടൂറിന് വരാലോ. അതിന് നിന്നെ ആരും ടൂർ കൊണ്ടുപോകുന്നു? ഞാൻ കൊണ്ടുപോകുന്നു. എനിക്ക് പിന്നെ യാത്രയിൽ ആരാ ഒരു സഹായം? ഞാനൊരു തമാശ പറഞ്ഞതാണേ. ചെമ്പകശ്ശേരി ഗോമതി ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ആഘോഷം? അപ്പൊ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ചെമ്പകശ്ശേരി തറവാട് ഫാമിലി ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഉല്ലാസയാത്ര നാളെ തന്നെ.